ഇവിടെ ഈ ലേഡി തന്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് വരുന്നു. അയാളുടെ കൈകൾ കെട്ടിവെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇവരെ ഒരു ടീം ഇവിടേക്ക് തട്ടിക്കൊണ്ട് വന്നതാണ്. അവരുടെ കുട്ടികളെ ജീവനോടെ വിടണമെങ്കിൽ ഹസ്ബൻഡിനെ കൊല്ലണമെന്ന് അവളോട് പറയുന്നു. വേറെ വഴിയില്ലാതെ അവൾ അതിന് സമ്മതിക്കുന്നു. ഇതറിയാതെയാണ് ഹസ്ബൻഡ് ഇവൾക്കൊപ്പം വന്നിരിക്കുന്നത്. ഇപ്പോൾ അയാൾ അവളെ കെട്ടിപ്പിടിച്ചതും അവൾ അയാളെ ഷൂട്ട് ചെയ്യുന്നു. അയാൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ ഷോക്കാവുന്നു. അവിടെ തന്നെ മരിച്ചു വീഴുകയും ചെയ്യുന്നു. ഇതെല്ലാം ദൂരെ ഇരുന്ന് ഒരു സ്നൈപ്പർ നിരീക്ഷിക്കുന്നു. അതേസമയം മറ്റൊരു പെണ്ണ് അവിടേക്ക് വരുന്നു. ഇവളുടെ ഹസ്ബൻഡ് മരിച്ചെന്ന് കൺഫേം ചെയ്യുന്നതിനായാണ് അവൾ വന്നത്. സ്നൈപ്പർ ഇവളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് ഇവൾ അയാൾക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ഒരു മരത്തിന്റെ മറവിലേക്ക് വരുന്നു. എന്നിട്ട് ആ പെണ്ണിനെ അറ്റാക്ക് ചെയ്ത് അവളുടെ ഗണ്ണെടുത്ത് അവളെ ഷൂട്ട് ചെയ്യുന്നു. ആ വെടിയൊച്ച കേട്ട് സ്നൈപ്പർ എല്ലായിടത്തും നോക്കുമെങ്കിലും ഇവളെ കാണാനായില്ല. പെട്ടെന്ന് അവൾ അയാളുടെ തൊട്ടുമുന്നിൽ നിൽക്കുന്നു. അതേസമയം ഇവൾ ഷൂട്ട് ചെയ്ത് കൊന്ന ഇവളുടെ ഹസ്ബൻഡ് കണ്ണു തുറക്കുന്നു. സത്യത്തിൽ ഇവൾ അയാളെ കൊന്നിരുന്നില്ല. ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവൾ അയാളോട് അപകടകരമല്ലാത്ത രീതിയിൽ ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യും, നിങ്ങൾ മരിച്ചതുപോലെ ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവൾ അയാളെയും കൊണ്ട് കുട്ടികളെ രക്ഷിക്കാനായി പോകുന്നു. അവസാനം ആ ടീമിലെ എല്ലാവരെയും ഇല്ലാതാക്കി അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു.